എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രാഫ്റ്റ്നെസ് ബൈ അമ്രു. ഇതെൻ്റെ ചാനലിലെ 5th ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു വെറും ഒരു വീഡിയോ അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നത് വേറൊന്നുമല്ല, അൺബോക്സിംഗ് ആണ്. എനിക്ക് അൺബോക്സിങ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിപ്പോൾ ജൂൺ മാസമാണ്, എൻ്റെ ബർത്ത്ഡേ മന്ത് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഞാനൊരു ഗീവ് അവേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതും എനിക്ക് തന്നത് ആരാണെന്നറിയോ? ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 4-5 മാസമൊക്കെ ആവും, ഒരു 5-6 മാസമൊക്കെ ആവും. അപ്പോൾ ഈ 5-6 മാസത്തിനിടയ്ക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു ഗിഫ്റ്റാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന സ്റ്റിക്കേഴ്സാണ് കേട്ടോ. എനിക്കാണെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അയച്ചു തന്നവർ വന്നിട്ട് അവരുടെയൊക്കെ ചാനലിൽ ക്രാഫ്റ്റ് ചെയ്യുന്നവരാണ്, പിന്നെ ജേണലൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ ജേണൽ ചെയ്യുന്നവരൊക്കെ അറിയാമല്ലോ, ജേണൽ ചെയ്യുന്നവരുടെ കയ്യിൽ ഒത്തിരി സ്റ്റിക്കേഴ്സ് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെനിക്ക് മാക്സിമം സ്റ്റിക്കേഴ്സൊക്കെ അയച്ചു തന്നേക്കും. സ്റ്റിക്കർ ഷീറ്റ്സ് ഉണ്ട്, സ്റ്റിക്കർ ബുക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വെറൈറ്റി കളക്ഷൻ ഓഫ് സ്റ്റിക്കേഴ്സ് അവരെനിക്ക് അയച്ചു തന്നേക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇടയ്ക്കൊക്കെ ജേണൽ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, വേണ്ടെന്നൊക്കെ മാറ്റി നിർത്തിയതായിരുന്നു. ഇനി എന്തായാലും ഞാൻ ജേണൽ ചെയ്യും. കാരണം ഇത്രയും സ്റ്റിക്കേഴ്സ് എനിക്ക് അവർ തരുമ്പോൾ ഞാൻ ഒരു ജേണലെങ്കിലും ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലെങ്കിലും ചെയ്യണം. കാരണം വേറൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്കിപ്പോൾ 300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. അതുകൊണ്ട് ഒരു ജേണൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതും ഇവർ തന്നെ ഈ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പല ചാനലും കാണുമ്പോൾ മേടിക്കണമെന്ന് വിചാരിച്ചു. ഒത്തിരി സ്റ്റിക്കേഴ്സാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് എന്താ പറയുക, വിൻറ്റേജ് ടൈപ്പ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഗേൾസ് ടൈപ്പ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സാണ്. നല്ല രസമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവരോടൊക്കെ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം സത്യം പറയാലോ, നമ്മൾ ഇന്ന് വരെ ആരും പരസ്പരം കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ആകെയുള്ള പരിചയം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഈ കമൻസൊക്കെയാണ് നമ്മുടെ ഈ പരിചയം. പിന്നെ നമുക്ക് ചെറിയൊരു ഗ്രൂപ്പുണ്ട്, അതിലുള്ള മെസ്സേജസ് മാത്രം. നമ്മൾ ഇന്ന് വരെ പരസ്പരം കാണാത്തവരാട്ടോ എല്ലാവരും. ഇത് ഓരോ ഗിഫ്റ്റും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ഞാൻ ആദ്യം കാണിച്ചിട്ട് 12 ഷെയ്ഡ്സിൻ്റെ ക്ലേ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലേ മേടിക്കുന്നൊക്കെ വിചാരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലേ മേടിച്ച് ചില മിനിയേച്ചർ ക്രാഫ്റ്റൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവരെനിക്ക് ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പെൻ ഹോൾഡർ, ക്യൂട്ട് പെൻ ഹോൾഡർ. ഞാൻ ഇടയ്ക്കൊക്കെ പെൻ ഹോൾഡറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് നല്ലൊരു പെൻ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ഗിഫ്റ്റും സത്യം പറഞ്ഞാൽ അവരെന്ത് ചിന്തിച്ചിട്ടായിരിക്കും വെച്ചേക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നത് അവരോട് എനിക്ക് ഒന്നേ പറയുന്നത്, എനിക്ക് ഈ ഗിഫ്റ്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ വരുന്നത് ഒരു സ്റ്റിക്കർ ബുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ ബുക്ക് വെച്ചിട്ടുണ്ട്. അതും എൻ്റെ ഫേവറേറ്റ് കളർ, എന്നെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം. എൻ്റെ ഫേവറേറ്റ് ലാവൻഡർ, പർപ്പിൾ, അങ്ങനത്തെ കളേഴ്സ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കർ ബുക്കിൽ ഓരോ സ്റ്റിക്കേഴ്സിൻ്റെ കളർ പർപ്പിൾ ആട്ടോ. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം സ്റ്റിക്കർ ബുക്സ് ഓൾറെഡി എനിക്ക് ഇഷ്ടമായി, പക്ഷേ കളർ കൂടെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ഫേവറേറ്റ് കളറായി പർപ്പിൾ എന്ന് പറയുന്നത്. എന്ത് രസമാണെന്നറിയോ ഓരോ പേജും കാണുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ സ്റ്റിക്കേഴ്സിൻ്റെ അടിയിലും വൈറ്റ് പേപ്പർ വയ്ക്കുന്നത്. കാരണം കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ കാണും. ഞാൻ അൺബോക്സ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നമ്മൾ ലൈഫിൽ ഇന്ന് വരെ കാണാത്തത് നമുക്ക് ഇത്രയും അടിപൊളി ഫേവറേറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ നമുക്ക് അയച്ചു തരും. നമ്മൾ എന്ത് ഹാപ്പി ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും അയാൾ നല്ലൊരു റിവ്യൂ പറയും. നമ്മുടെ സിറ്റുവേഷൻ എന്തായിരിക്കും, ഹാപ്പി ആവത്തില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം. നെക്സ്റ്റ് ഒരു ഹാപ്പി മെയിൽ അൺബോക്സിംഗ് ആണ് കേട്ടോ. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ മൈന ഡയറി എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് എനിക്കൊരു ഹാപ്പി മെയിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഹാപ്പി മെയിൽ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്തെങ്കിലും ലെറ്റർ കാണും, പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ ഹാപ്പിയായോ അതുപോലെ തന്നെ ഹാപ്പി മെയിൽ അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ സത്യം എക്സൈറ്റ് ആയി. കാരണം ഒത്തിരി പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് അടിപൊളി ഒരു വിൻറ്റേജ് ലുക്ക് വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓരോ പാറ്റേൺ പേപ്പേഴ്സും ഞാൻ ഒരിക്കൽ കാണുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്നു. ഈ അൺബോക്സിംഗ് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അത് നോക്കിയിട്ട് അയ്യോ ഇത്രയും ഗിഫ്റ്റ് എനിക്ക് വേണ്ടി തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി. ഇതിനകത്തും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വരുന്നുണ്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണം എന്ന് വിചാരിച്ച പാറ്റേൺ പേപ്പേഴ്സൊക്കെ എനിക്ക് ഹാപ്പി മെയിലായിട്ട് കിട്ടി. സത്യം പറഞ്ഞാൽ ഈ ഹാപ്പി മെയിൽ എന്നെ ഒത്തിരി ഹാപ്പിയാക്കി. പിന്നെ ജേണലൊക്കെ ചെയ്യുന്നവരുടെ ചാനൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കിതൊക്കെ മേടിക്കണം. ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായി കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഈ ഗിഫ്റ്റ് തന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും ചാനലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.